അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് കേരളത്തിലും അതിനു പുറത്തുമൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ദമ്പതികളുടെ വീഡിയോ കുറിച്ചാണ്. സെഫി സെമിൻ ദമ്പതികളെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ വീണ്ടും പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇവരുടെ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകളിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം. യഥാർത്ഥത്തിൽ പ്രവാചകനോടും പ്രവാചക ഭാര്യയായ ഖദീജ ബീവിയോടും ഉദാഹരിച്ചുകൊണ്ട് കുറേ ആളുകൾ ഇവർക്ക് അനുകൂലമായി ഇവരുടെ വീഡിയോക്ക് താഴെ കമൻറ്റുകൾ ചെയ്തത് കണ്ടതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂലുമായി ഉപമിക്കാൻ കഴിയുന്ന ഒരു ജീവിതമാണോ യഥാർത്ഥത്തിൽ ഈ സെഫിയുടെയും സെമിൻ്റെയും ജീവിതത്തിൽ? മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ യഥാർത്ഥത്തിൽ? അള്ളാഹുവിൻ്റെ റസൂൽ 25 വയസ്സിൽ 40 വയസ്സായിട്ടുള്ള ഖദീജ ബീവിയെ വിവാഹം ചെയ്തു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പ്രവാചകനാകുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിർദ്ദേശമേ ഇല്ല. മുതിർന്നവരെ പ്രായം കുറഞ്ഞവർക്ക് വിവാഹം ചെയ്യരുത് എന്നോ, പ്രായം കുറഞ്ഞവർ മുതിർന്നവരെ ചെയ്യരുത് എന്നോ, മുതിർന്നവർ പ്രായം കുറഞ്ഞവരെ വിവാഹം ചെയ്യരുത് എന്നോ ഒന്നുമുള്ള നിയമങ്ങൾ ഇസ്ലാമിക ശരീഅത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അതൊരു പ്രവാചക ചര്യയോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ അല്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പഴയ കാലത്തൊക്കെ സ്ത്രീകൾക്ക് ആണ് വളരെ പ്രായം കുറഞ്ഞിരുന്നത് എന്ന്. അള്ളാഹുവിൻ്റെ റസൂലിനെ നിന്ദിക്കുവാനും വിമർശിക്കുവാനും ഇന്ന് ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടാണ്. അവരെ 6 വയസ്സിൽ വിവാഹം ചെയ്തു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും പല അഭിപ്രായമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടത്തോഴനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മകൾ ആയിഷയെ റസൂലുള്ളാഹിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അദ്ദേഹം സ്വയം തീരുമാനിക്കുകയായിരുന്നു. അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂല് എനിക്ക് നിങ്ങളുടെ മകൾ ആയിഷയെ 6 വയസ്സുകാരിയെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആവശ്യപ്പെട്ടതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവാചക ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നത് ഹാമുൽ ഹുസ്ൻ എന്ന് പറയുന്ന ദുഃഖവർഷമാണ്. ആ ദുഃഖവർഷം പ്രവാചകന്റെ 50-ാം വയസ്സിലാണ്. അത് ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനിൽ നിന്ന് വിട പറഞ്ഞ വർഷമാണ്. അതിനുശേഷമാണ് പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ വിവാഹം ചെയ്തത് തന്നെ. പിന്നീട് ആവട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ ഹിജ്റയ്ക്കു ശേഷം ജീവിച്ചത് കേവലം 9 വർഷമാണ്. ആ 9 വർഷത്തെ ഒരു സുഖാനുഭവ ജീവിതത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിച്ചിട്ട് പോലുമില്ല. അതാണ് സത്യം. 6 വയസ്സിൽ ഉറപ്പിക്കുകയും പിന്നീട് 9 വയസ്സിലാണെന്നും 10 വയസ്സിലാണ് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. കേവലം ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹുമായിട്ട് പങ്കുവെക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് ഒരു ദാമ്പത്യ സുഖത്തിന് വേണ്ടിയായിരുന്നില്ല. അത് തൻ്റെ ഏറ്റവും ഇഷ്ട പ്രവാചകന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുക എന്ന തീരുമാനമെടുത്തത് കൊണ്ടാണ്. മാത്രമല്ല, തികച്ചും നഗ്നത, അതായത് ഏറ്റവും ലോകത്ത് നഗ്നത ആരാണ് പ്രദർശിപ്പിച്ചു തുടങ്ങിയത് ലോകത്ത്? നമുക്കറിയാം, നമ്മുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗലോകത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ട് ഇബ്ലീസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നഗ്നത വെളിവാക്കുക എന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്വർഗത്തിലെ ഇലകളും മറ്റും ഒക്കെയാണ് അവരുടെ നഗ്നത മറച്ചു പിടിക്കാൻ അവർ പ്രയാസപ്പെട്ടുകൊണ്ട് തങ്ങളുടെ മുമ്പിലൊക്കെ നഗ്നത വെളിവാക്കാതിരിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം നഗ്നത വെളിവാക്കുക എന്നതാണ് പിശാച് യഥാർത്ഥത്തിൽ അവൻ്റെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ നഗ്നത ആദ്യകാലത്തൊക്കെ നമുക്കൊക്കെ അറിയാം, ലോകത്ത് പരിഷ്കൃതരല്ലാത്ത തികഞ്ഞ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ മനുഷ്യന്മാർ അവർക്ക് ഉടയാടകൾ ധരിക്കാൻ പാകമില്ലാത്തത് കൊണ്ട്, സംവിധാനമില്ലാത്തത് കൊണ്ടാണ് അവർ ഇലകളൊക്കെ വെച്ച് ജാതിക്കാർ ജീവിച്ചു വന്നിരുന്നത്. അങ്ങനെയാണ്. വസ്ത്രത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടും കേട്ടാൾക്കത് ലഭിക്കാത്തത് കൊണ്ടും. പക്ഷെ പിന്നീട് പരിഷ്കൃത ലോകത്തിലേക്ക് കടന്നു വന്ന ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾ അഥവാ പാശ്ചാത്യരാണ് യഥാർത്ഥത്തിൽ അവരുടെ ഗുഹ്യഭാഗത്ത് ചെറുതായ നിലയ്ക്ക് വസ്ത്രം ധരിച്ചു തുടങ്ങിയത്. ആ വസ്ത്രധാരണമാണ് ഇപ്പോൾ നമ്മുടെ ആളുകൾ മോഡേൺ ലൈഫ് എന്ന നിലയ്ക്ക് പരിഷ്കൃതർ എന്ന് പറഞ്ഞുകൊണ്ട് അപരിഷ്കൃതരുടെ വസ്ത്രധാരണം എടുത്ത് അണിഞ്ഞുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഈ പരിഷ്കൃതർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും വർജിക്കേണ്ട, ലജ്ജിക്കേണ്ട
ഒരു വസ്ത്രധാരണ രീതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവും അവൻ്റെ റസൂലും ആരാണ് ഖദീജ ബീവി എന്നും അള്ളാഹുവിൻ്റെ റസൂൽ ആരാണ് എന്നൊക്കെ ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഹ്യുമായിട്ട് വരുന്ന മലക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സദസ്സിലുള്ളപ്പോൾ പോലും തിരുമേനിക്ക് വഹ്യ് കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്ത്രീകളുടെ മുടിയിഴകൾ പുറത്തു കണ്ടതിനാലായിരുന്നു അത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേറെ സ്ത്രീകളുടെ കുശഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ മുൻകൈയും മുഖവും ഒഴിച്ച് മറ്റുള്ളതൊക്കെ അവർക്ക് നഗ്നതയാണ് ഇസ്ലാമിക ദൃഷ്ടിയിൽ. അതുകൊണ്ട് തന്നെ ആ നഗ്നത മുഴുവനായിട്ട് നിർബന്ധമായിട്ടും മറക്കേണ്ടത് കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ എന്ന് വിശുദ്ധ ഖുർആൻ പലയിടത്തും പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൻ നൂർ നിങ്ങൾ സ്ത്രീകളെ പഠിപ്പിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ കാരണം സൂറത്തുൻ നൂറിൽ പ്രധാനമായും സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ ഹിജാബിനെ കുറിച്ച് അതിൻ്റെ മറ്റു വസ്ത്ര പർദ്ദയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് തങ്ങളുടേതായ ശരീരത്തിൻ്റെ നഗ്നഭാഗങ്ങൾ ഇതര പുരുഷന്മാർക്ക് ഇതര ജനങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്ത് യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ പരസ്യമായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ പ്രവാചക ജീവിതം പിൻപറ്റുന്നവരാണ് എന്ന് പറയുമാറ് ഒരു അധമത്വത്തിലേക്ക് ലോകം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ആ പ്രവാചകനോടും ഖദീജ ബീവിയോടും ഉപമിച്ചുകൊണ്ട് ഈ ഷെഫിൻ ദമ്പതികൾക്ക് താഴെ കമന്റ് ചെയ്യുന്നവരുടെ അവസ്ഥ. ആരാണ് ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാവുക അവരാരായിരുന്നു, ആ പ്രവാചകൻ ആരായിരുന്നു. മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ട ആ പ്രവാചകൻ എന്തുമാത്രം ഉത്കൃഷ്ട വ്യക്തിത്വമാണ്. അവിടുത്തെ ഭാര്യ ഖദീജ എന്തുമാത്രം ഉത്കൃഷ്ട വ്യക്തിത്വമാണ്. അവർ മനുഷ്യലോകത്തിൻ്റെ മാതൃകയാണ്. ആലോചിച്ച് നോക്കി, അവരെയാണ് യഥാർത്ഥത്തിൽ എന്തു പറയുന്നത്, ഷെഫിൻ ദമ്പതികളെ പോലെയാണ് എന്ന് പറഞ്ഞ് ആളുകൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അതാണ്. അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഏതുമില്ലാതെ നാണം എന്ന് പറയുന്നത് ഇസ്ലാമിൽ അൽ അയാഹു സുഹുബത്തും മിനൽ ഈമാൻ, അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. വിശ്വാസം എന്ന് പറയുന്നത് ലജ്ജയാണ്, ലജ്ജയിൽ നിന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ആ ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ. ഇന്ന് കാണുന്ന യൂട്യൂബേഴ്സിനൊക്കെ ഫാമിലി വ്ളോഗർമാർ എന്ന് ഞാൻ പറയുന്ന ഓരോ യൂട്യൂബർക്കും ആ ലജ്ജയില്ല. ഒരു കുറച്ചു ഭാഗമെങ്കിലും അവരുടെ മുടിയിഴകൾ പുറത്തേക്കിട്ട് അതോടൊപ്പം തന്നെ അവരുടെ കൈഭാഗങ്ങൾ, കൈത്തണ്ട ഭാഗങ്ങൾ, അവിടെ കഴുത്തുഭാഗങ്ങൾ അഥവാ അന്യ പുരുഷനിൽ നിന്ന് മറക്കേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞ എല്ലാ നഗ്നതകളും പുറത്തേക്കിട്ട് വ്ളോഗ് ചെയ്യുന്നത് പടത്തിനു വേണ്ടിയാണ്. അവർ വിചാരിക്കുന്നുണ്ട് എല്ലാ കാലത്തും കിയാമം വരെ ഞങ്ങൾക്ക് ഈ സൗകര്യത്തോടു കൂടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന്. അത് പിശാച് മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആദം നബിയെപ്പോലും പിശാച് വഴികേടിലാക്കിയിരിക്കുന്നു, നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്യാഗ്രഹത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എൻ്റെ പിതാവിന് അള്ളാഹു സ്വർഗത്തിലെല്ലാം കൊടുത്തിരുന്നു, എന്നിട്ടും അദ്ദേഹത്തിന് അത്യാഗ്രഹമുണ്ടായി. അഥവാ അള്ളാഹു വിലക്കപ്പെട്ട മരത്തിലേക്ക് അദ്ദേഹം ആകർഷിച്ചു. അത് അദ്ദേഹത്തിൻ്റെ നിത്യ ദുരിതത്തിലേക്കാണ് എത്തപ്പെട്ടത്. ഭൂമിയിൽ അള്ളാഹു പഠിപ്പിച്ച തൗബയുടെ വാക്കുകൾ കൊണ്ട് അദ്ദേഹം നിരന്തരം തൗബ ചെയ്തതിൻ്റെ ഫലമായിട്ട് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. രണ്ടാമത്തെ പാപം എന്ന് പറയുന്നത് അത് തൻ്റെ ഭൂമിയിൽ വന്നതിന് ശേഷം തൻ്റെ മക്കൾക്കിടയിലുണ്ടായ അഥവാ ഹാബീൽ എന്ന മകനെ കൊല്ലുക വഴി അസൂയ എന്ന് പറയുന്ന ഒരു തിന്മ. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ രണ്ട് തിന്മകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സമൂഹത്തോട് ബോധവാന്മാരാക്കുന്നുണ്ട്. ഒന്ന്, സ്വർഗലോകത്ത് രൂപപ്പെട്ട എല്ലാം ലഭിച്ചിട്ടും എല്ലാം ലഭിക്കുമായിരുന്നിട്ടും വലക്കും ഫിയാമ തസ്തഹി അംഫുസക്കും, നിങ്ങളുടെ ആത്മാക്കൾ കൊതിക്കുന്നതിലേക്ക് അവസാനം നമ്മളെ മരിപ്പിക്കുന്ന മലക്കുകൾ അത് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ മരിപ്പിക്കുന്നത്. ആ സൗകര്യങ്ങൾ മുഴുവൻ അള്ളാഹു മരിക്കാതെ തന്നെ നൽകിയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ആദം നബിയും അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും. അതുകൊണ്ടാണ് എല്ലാം ഉണ്ടായിട്ടും അത്യാഗ്രഹം വിലക്കപ്പെട്ടതിനോട് ആഗ്രഹമുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അങ്ങേയറ്റം വേദനിപ്പിച്ചു, അങ്ങേയറ്റം പ്രയാസപ്പെടുത്തി. അതോടൊപ്പം തന്നെ അസൂയ മറ്റൊരു പാപമാണ്. അത് ഭൂമിയിൽ വരപ്പെട്ടതിനു ശേഷം
തൻ്റെ സഹോദരന് തന്നേക്കാൾ ഗുണമുണ്ടാകുന്നു എന്ന ചിന്താഗതി വഴി ഉണ്ടായ അസൂയ. അതാണ് കാബേൽ ഹാബേലിനെ കൊന്നുകൊണ്ട്, അഥവാ കാബീൽ എന്നവൻ ആബീൽ എന്നവരെ കൊന്നുകൊണ്ട് അതിന് തുടക്കമിട്ടു ലോകത്തെ ഒന്നാമത്തെ കൊലപാതകം. അപ്പോൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരിക്കലും ഞാൻ ഇത് പറയുന്നത് ഈ കമൻറ്റുകൾക്കുള്ള ഒരു മറുപടി കൂടെ ആയിട്ടാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ ഇതിൽ വ്യക്തമായ രീതിയിൽ കമൻറ്റുകൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.